السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 500-ാം വർഷം കൊണ്ടാടുന്ന ഈ നിലയിൽ ഒന്ന് രണ്ട് സംസാരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടും ചിന്തകളുമായി അറബിയിലെ ഇരുട്ടിൽ നിന്ന് അകറ്റി അവരുണ്ടായിരുന്ന മൂഢത്തരത്തെയും ദുസ്വഭാവത്തെയും ജാഹിലിയ സംസ്കാരത്തെ മാറ്റി അഖില ലോക നേതാക്കളാക്കി വിനയത്തിന്റെ കെടാത്ത വിലക്കുകളാക്കി സുന്ദരമായ സംസ്കാരത്തെ ഉജ്ജ്വല പ്രതീകങ്ങളാക്കി മാറ്റിയതിന്റെ മഹത്വം വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഡോക്ടർ ബർണാഡ് ഷാ പറയുന്നു, I like Muhammad's ability. Muhammad was not only prophet but also scientist and socialist. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രവാചകൻ മാത്രമല്ല, ഒരു ശാസ്ത്രജ്ഞനും ഒരു സാമൂഹിക പരിഷ്കർത്താവുമാണ്. നാല് കാലുകൾക്ക് തിരിച്ച് സ്വന്തം കൈകൊണ്ട് പാൽ കറക്കുകയും അങ്ങാടിയിൽ നിന്ന് സാധനം വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരികയും വീട്ടുകാരെയും അയൽവാസികളെയും സഹായിച്ച് സ്വന്തം കൈകൊണ്ട് ചെരുപ്പ് തുന്നുകയും വസ്ത്രം വെച്ച് പിടിപ്പിക്കുകയും ചെയ്യുന്ന നേതാവ് ലോകത്തുണ്ടെങ്കിൽ അത് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ വേറെ ആരും ഇല്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. അതുകൊണ്ട് ലോകത്തിന്റെ തുല്യതല്ലാത്ത സ്നേഹിക്കപ്പെടുകയും അതിനേക്കാൾ തുല്യതല്ലാത്ത സ്നേഹം പകർന്നു നൽകുകയും ചെയ്യുന്ന നേതാവാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ലോകത്തിന്റെ കാരുണ്യമായിട്ടാണ് അല്ലാഹു അങ്ങയെ സംവിധാനിച്ചത്. അതുകൊണ്ട് ലോകത്തിന്റെ കാരുണ്യമായ അവതരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമുക്കുള്ള ബാധ്യത പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ഓ നബിയേ, ഖിയാമത്ത് നാളെ എപ്പോഴാണ്? ഒരു അറാബി വന്ന് ചോദിക്കുന്നു. അപ്പോൾ അറാബി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ എന്താണ് ഖിയാമത്ത് നാൾക്ക് തയ്യാറാക്കി വെച്ചതോ? അപ്പോൾ അറാബി പറയുന്നു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹമല്ലാതെ വേറൊന്നും തയ്യാറാക്കി വെച്ചിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത മഅമൻ അബബത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമാണ് നീ നാളെ പരലോകത്ത്. എല്ലാ ഔലിയാക്കന്മാരുടെ അവരുടെ സ്ഥാനത്തിലേക്ക് എത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹിച്ചത് കൊണ്ടാണ്. നമുക്കെല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Next, Kannada speech.